ഹലോ എവരിവൺ, ഞാൻ ഇന്നൊരു വീഡിയോ ചെയ്യാന്ന് വിചാരിച്ചു. ഇപ്പൊ വിവാദമായിട്ടുള്ള ഷിംജിത ദീപക് അവരുടെ ഈ പ്രശ്നത്തിനെ പറ്റിയിട്ടാണ്. അപ്പോൾ എനിക്ക് തോന്നിയ എന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ തോന്നിയ കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. മാനസിക സാമൂഹിക പ്രശ്നത്തിന്റെ വിശദീകരണമാണ്. അല്ല മോളെ, നിനക്ക് വേറെ പണിയൊന്നും ഉണ്ടായില്ലേ? എനിക്ക് വല്ല ആവശ്യം ഉണ്ടായി ഇങ്ങനത്തെ ഓരോ കോമിക്ക് കാണിച്ചു വെച്ചിട്ട് ഫിൽറ്ററൊക്കെ ഇട്ട് വീഡിയോ എടുത്തിട്ട് ഇപ്പൊ റിമാൻഡ് പോകാൻ വേണ്ടി പോയപ്പോ ആയിരിക്കും പോയി? ആ ചെക്കന്റെ വീട്ടായിരിക്കും, ബന്ധുക്കാരിക്കും, കൂട്ടുകാരന്മാരിക്കും പോയി. മനസ്സിലായോ? അപ്പോ ആവശ്യമുള്ളതിനും ആവശ്യമില്ലാത്തതിനൊക്കെ ഇങ്ങനെ വീഡിയോ എടുക്കണ ഈ പെൺപിള്ളേരോട് എനിക്ക് പറയാനുള്ള എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളെ കാരണം ബാക്കിയുള്ള പെൺപിള്ളേർക്കാണ് ബുദ്ധിമുട്ട് ഇവിടെ. മനസ്സിലായോ? ബാക്കിയുള്ള പെൺപിള്ളേർക്ക് ഇനിയിപ്പോ ആക്ച്വലി ഇങ്ങനെ പ്രശ്നങ്ങൾ നടന്നാൽ പോലും അവർക്ക് റിയാക്ട് ചെയ്യാൻ പറ്റാണ്ടോ? ശരിക്കും പിന്നെ ആളുകൾ പിടിച്ചിട്ട് ഫോൺ പൊക്കി പിടിച്ചാൽ അപ്പൊ പറയും ഈ ലൈക്കിന് വേണ്ടിയിട്ടും കണ്ടന്റിന് വേണ്ടിയിട്ടും സംസാരിക്കണമെന്ന്. അപ്പൊ എനിക്ക് ദയവായിട്ട് പെൺപിള്ളേർക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, നിങ്ങൾ ഈ ഫോൺ പൊക്കി പിടിക്കുമ്പോൾ മാക്സിമം അതിൽ തെളിവുകൾ ശേഖരിക്കാൻ നോക്കുക. പിന്നെ അവിടെ കണ്ടക്ടറിന്റെ അടുത്തും അവിടെയുള്ള ആൾക്കാരുടെ അടുത്ത് പബ്ലിക്കലി സംസാരിക്കാൻ നോക്കുക. എന്നിട്ട് ഒരു കേസ് കൊടുക്കുക സ്റ്റേഷനിൽ പോയിട്ട്. അല്ലാതെ ഈ പറഞ്ഞ പോലെ ജസ്റ്റ് ഒരു കണ്ടന്റിന് വേണ്ടി പാവപ്പെട്ടവരെ ജീവിതം തൊലക്കാൻ നിങ്ങൾ നിൽക്കരുത്. മനസ്സിലായി? റിക്വസ്റ്റ് ആണ്. നിനക്ക് റിയാക്ട് ചെയ്യാൻ എന്തുപോലെ വഴികളുണ്ടായിരുന്നു? ഒന്നല്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്രശ്നം എനിക്ക് സംഭവം ശരിയാണോ തെറ്റാണോ എന്ന് നമുക്കറിയാൻ പാടില്ല. എന്നാൽ പോലും എനിക്ക് ഇങ്ങനെ ഒരു പ്രശ്നം നിനക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിനക്ക് അപ്പൊ തന്നെ പബ്ലിക്കലി റിയാക്ട് ചെയ്യായിരുന്നു. അല്ലെങ്കിൽ ആ ചെയ്തതിന്റെ കാരണമൊക്കെ അടിച്ച് പൊളിക്കായിരുന്നു. പക്ഷെ നീ ഇതൊന്നും ചെയ്തില്ല. ഇനിയെങ്കിലും ഇങ്ങനെ കണ്ടന്റിന് വേണ്ടി തെറി വിളിക്കണം. ഈ പറഞ്ഞ പോലെ വേറെ കണ്ടന്റ്സ് എടുത്തിട്ട് ഈ വൈറലാക്കാൻ വേണ്ടിയിട്ട് ഇടുന്ന ഈ പെൺപിള്ളേരുടെ അടുത്ത് എനിക്ക് പറയാനുള്ള, നിർത്തിക്കോ. മനസ്സിലായോ? റിക്വസ്റ്റ് ആണ്. നിങ്ങളെ കാരണം ബാക്കിയുള്ള നല്ല പെൺപിള്ളേർക്കാണ് ചീത്തപ്പേര്. സോ കുറെ എണ്ണം ഇപ്പൊ ഇതിനു വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട്, കണ്ടന്റിന് വേണ്ടിയിട്ട്. അപ്പൊ ഇവരുടെ അടുത്ത് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ നിർത്തിക്കോ. അതാണ് നിങ്ങൾക്ക് നല്ലത്. ഇല്ല ഞങ്ങൾ ഇനി ഇറങ്ങിക്കഴിഞ്ഞാൽ ഇതിന് വലിയ പ്രശ്നങ്ങൾ വരും. ഓക്കെ.